ദേ ഡോണ്ട് മേക്ക് മൂവീസ് ലൈക്ക് ദിസ് എനിമോർ. അതായത് ഈ പ്യുവർ എൻ്റർടൈനർ ആയിട്ടുള്ള സിനിമകളുണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്ന സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകളൊന്നും ഇപ്പോൾ ഇറക്കുന്നില്ല. ഈ അനാവശ്യമായിട്ടുള്ള പ്രീക്വല് സീക്വല് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ സിനിമാറ്റിക് യൂണിവേഴ്സ് 50 സിനിമ കാണുന്നതൊന്നും മനസ്സിലാക്കാൻ, പിന്നെ ഈ ഫോഴ്സ്ഡ് പ്രൊപ്പഗൻഡ, പൊളിറ്റിക്സ്, വോക്ക്നെസ്, ഇതൊന്നും ഇല്ലാതെ മനസമാധാനമായിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്ന അങ്ങനത്തെ സിനിമകളില്ലേ, കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതുണ്ടാവും. പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ബ്രെയിൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ സിനിമകളൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നാൻ കാരണം, എൻ്റെ കയ്യിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, പണ്ടത്തെയാണ്. അതിൽ ഞാൻ കുറച്ച് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ എൻ്റെ പണ്ടത്തെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടത്. ഈ 2011 ഇറങ്ങിയ റിയൽ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കാണുന്നത് തന്നെ. അതായത് ഭയങ്കര ഓസ്കാർ ലെവൽ സിനിമയാണെന്നോ 8.8 റേറ്റിംഗ് ഉണ്ടെന്നോ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. പോളി സിനിമ എന്നൊക്കെ പറയില്ല. അതായത് എങ്ങനെ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഹ്യൂ ജാക്ക്മാൻ്റെ റിയൽ സ്റ്റീൽ. ഹ്യൂ ജാക്ക്മാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ കാണുക. പക്ഷെ അതിലൊരു പയ്യനുണ്ട് മോനെ, ആ പയ്യനാണ് മെയിൻ. അതിൽ സിനിമയിൽ ഒരു ഹൈപ്പ് സീനൊക്കെ ഉണ്ട്. ഒന്നുമില്ല, റോബോട്ടുകളുടെ ബോക്സിംഗ് ആണ് സിനിമ, അത്രേ ഉള്ളൂ. പക്ഷേ അത് കണ്ട് കഴിയുമ്പോണ്ടല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. അതേപോലെ 2006 ഇറങ്ങിയ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പണ്ട് ഞാൻ അത് ഒരുപാട് തവണ ഇങ്ങനെ റീവാച്ച് ചെയ്യായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടുള്ള സിനിമയാണ്, കുറേ ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനെ പിന്നെ ഹിന്ദിക്കാരെന്തൊക്കെയോ പിടിച്ച് റീമേക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അമ്മാൻ്റെ ഒരു കാര്യം. ഇതെന്താണ് കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കുറേ പിള്ളേർ അവർ ഒരു അഡ്മിഷൻ കിട്ടില്ല കോളേജിൽ. അപ്പോൾ അവർ സ്വന്തമായിട്ട് എന്നാൽ ഞങ്ങൾ തന്നെ ഒരു കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് കോളേജ് തുടങ്ങിയേ കുടുങ്ങി എന്നുള്ളൊരു അവസ്ഥയിലാവുന്നതാണ് കഥ. ഇതും ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഭയങ്കര ഫണ്ണാണ്. ഒന്നിങ്ങനെ ആലോചിക്കും പിടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ കാണാൻ പറ്റിയ സിനിമകളാണ്.